എനിക്ക് കിട്ടിയ മഹാഭാഗ്യം തീർന്നുകൊണ്ട് നമ്മുടെ നസറുദ്ദീൻ ഷായോടുകൂടി ഒരു ഹിന്ദി സിനിമയിൽ ആ വെയിറ്റിംഗ് എന്നും പറഞ്ഞൊരു സിനിമ. അതൊരു വേറെ തരം ഭൂമിയാണ്, ഒരു ഓഫ് ബീറ്റ് പടമാണ്. അപ്പോൾ അതിൽ നസറുദ്ദീൻ ഷായുടെ ഭാര്യയെ ചികിത്സിക്കാൻ ഒരു നമ്മുടെ ലേക്ക് ഷോർ ആശുപത്രി വരുന്നു. മനസ്സിലായി? ലേക്ക് ഷോർ അവിടെ ക്യാൻറ്റീൻ നടത്തുന്ന ഒരാളുടെ കഥാപാത്രം. അപ്പോൾ ഹിന്ദി പറയണം, മലയാളം പറയണം, ഇംഗ്ലീഷ് പറയണം. അപ്പോൾ പല നടന്മാരെയും അവർ കൊണ്ടുപോയി. നടന്മാരെന്ന് പറയുന്നത് നമ്മുടെ ലോക്കലായ നാടകക്കാരെയൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഇത് പറ്റുവരുന്നത് വെച്ചാൽ ബൈഹാർട്ട് ചെയ്ത് പറയണം. നമ്മൾ സാധാരണ നാടകത്തിലൊക്കെ പോകുന്നവർക്ക് എല്ലാ ഹിന്ദിയും ഇംഗ്ലീഷും മലയാളമൊക്കെ കാണാൻ പാഠം പഠിച്ച് പറയുക ബുദ്ധിമുട്ടാണ്. ഞാൻ പഴയ ഒരു അത്യാവശ്യം കോളേജിലൊക്കെ പോയ ആളായതുകൊണ്ട് പിന്നെ വായനാശീലമുള്ളത് കൊണ്ടൊക്കെ എനിക്ക് ഈ സംഭവം കിട്ടും. അപ്പം അങ്ങനെ കൊണ്ടുപോയി ഞാൻ ആദ്യ ദിവസം അവിടെ ചെന്നു. പിന്നെ നസറുദ്ദീൻ ഷായെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മുറി ഒന്ന് സ്ക്രിപ്റ്റ് തന്നു. ഞാനിപ്പോൾ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 3 പേരോ 4 പേരോ വന്ന് പോയി കഴിഞ്ഞു. ഞാൻ റൂമിൽ ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയില്ല, പലരും ആ മുറി വന്ന് കയറി പോകും. ഒരു പ്രത്യേക സമയത്ത് ഒരു ശബ്ദം ഞാൻ കേൾക്കാം, ഗുഡ് മോർണിംഗ് മിസ്റ്റർ നായർ. എന്നാൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേരാണ് ഗുഡ് മോർണിംഗ് നായർ. ഞാൻ തലവൊക്കി നോക്കുമ്പോഴാണ് ഈ ലെജൻഡായ ഈ ആക്ടറിൻ്റെ മുമ്പിൽ ഇങ്ങനെ സിഗരറ്റും വെച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അദ്ദേഹത്തോട് വലിയ താല്പര്യമുള്ള ഭയങ്കര ആരാധനയുള്ള നടനാണ്. 2 കാര്യമാണ്. ഒന്ന് സിനിമാ താരമാണ്, അദ്ദേഹം തിയേറ്റർ പേഴ്സണാണ്, ഡ്രാമ ചെയ്യണം. ഞാൻ പെട്ടെന്ന് ചാടി എഴുതുന്നത് ഒരു മൂപ്പരനോട് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. എനിക്കൊരു സിഗരറ്റൊക്കെ തന്നു ഇരുന്നു. ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം പറഞ്ഞു. അതെന്നെ അത്ഭുതപ്പെടുത്തിയൊരു സമീപനമാണ്. ഇത്രയും വലിയൊരു ആക്ടർ എന്നെ പോലെ ആരും അറിയാത്ത ഒരാളുടെ അടുത്ത് വരിക, എനിക്ക് സിഗരറ്റ് എന്നോട് 1 മണിക്കൂർ സംസാരിക്കുക. ശരിക്കും പറഞ്ഞാൽ അതിലൊരു ബുദ്ധിയുണ്ട് കേട്ടോ. എനിക്ക് തിരിഞ്ഞു. കാരണം ഈ നസറുദ്ദീൻ ഷായെ പോലുള്ള ഇത്രയും വലിയ ആക്ടേഴ്സിൻ്റെ മുമ്പിൽ നിന്ന് അഭിനയിക്കുമ്പോൾ പുതുതായിട്ട് ചെല്ലുന്നവർക്കൊരു ടെൻഷൻ സ്വാഭാവികമാണ്. അപ്പം അത് ഇല്ലാതാക്കാൻ, അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് മുമ്പ് ചെന്നവർക്ക് ചിലപ്പോൾ അത് പറ്റിയിട്ടുണ്ടാവും. അതില്ലാതാക്കാൻ മൂപ്പര് വന്നതാണ്. മൂപ്പര് വന്നത് എന്നെ സഹായിക്കാനാണ് എന്ന അല്ല, മൂപ്പര് ചെയ്യുന്ന സാധനത്തിന് പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ഇപ്പുറത്ത് വെക്കുന്ന ആൾ കൊടുത്തും വാങ്ങട്ടെ. അപ്പം അങ്ങനെ 3 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് വെയിറ്റിംഗ് അങ്ങനെ ഒരു സിനിമ ചെയ്തു. പിന്നെ ഒരു ശ്രദ്ധേയമായ സിനിമ എന്ന് പറയാൻ വന്നത്, മലയാളത്തിൽ വന്നത് അർച്ചന 31 നോട്ട് ഔട്ട്. ഐശ്വര്യലക്ഷ്മിയുടെ കൂടെ 5 വയസ്സന്മാർ ഉണ്ട്. സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൻ്റെ സൈക്കിളിലൊക്കെ വരുന്ന ഒരു പെയിൻ്റൊക്കെ അടിക്കുന്ന ജോലിയൊക്കെ ചെയ്തു. അത് ചെയ്തു. അപ്പം ഈ ഇപ്പോൾ ഒരുപാട് വർഷം നാടകത്തിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് സർ. അതിപ്പോൾ സിനിമയിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ന്യൂ ജനറേഷൻ്റെ കൂടെ ഒരുപാട് വർക്ക് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇല്ല, പുതിയ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ അവരെ സമ്മതിക്കണം. ഇപ്പം എൻ്റെയൊക്കെ യൗവനകാലത്ത് ഞാൻ കണ്ട ഏറ്റവും വേഗത കൂടിയ വാഹനം സൈക്കിളാണ്. ഇല്ലേ, അവർ അതിനേക്കാളൊക്കെ റോക്കറ്റിൻ്റെ വേഗതയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ വേഗത കൂടുതലാണ് എന്ത് കാര്യവും മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പം നമ്മൾ അവരിലേക്ക് എത്തണമെങ്കിൽ ഒരു പണിയാണ്. പുതിയ നമ്മൾ കാണുന്ന പോലെയല്ല, പുതിയ കുട്ടികളൊക്കെ ബ്രില്യൻ്റ് പിള്ളേരാണ് വരുന്ന ആളുകളൊക്കെ. പിന്നെ അതുമാത്രമല്ല, പലരും അടിസ്ഥാനപരമായി സിനിമ പഠിച്ചിട്ട് വരുന്ന ആളുകളാണ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ പഠനം എന്ന് വെച്ചാൽ നമുക്ക് ഈ നാടകത്തിൽ നിന്നും പിടിച്ചിട്ട് നല്ല ഒക്കെ കിട്ടിയാലും നമ്മൾ അടിസ്ഥാനപരമായി അക്കാഡമിക്കായ നാട്യയാത്ര ഒന്നും പഠിച്ച് വരുന്ന ആളല്ല. അപ്പോൾ അവർ പഠിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ അവർക്കുള്ള ഒരു ഗുണം മനസ്സിലാക്കുക, ഈ നമ്മൾ ചെന്നിരിക്കുമ്പോഴേ നമ്മളിങ്ങനെ പരിചയപ്പെടുത്തരുത്. 55 കൊല്ലമായിട്ട് നാടകമായിട്ട് നടക്കുന്ന ആളാണ്. ഇത്രയധികം സ്ട്രീറ്റ് കഴിഞ്ഞു, ഇത്രയധികം സ്റ്റേജ് കഴിഞ്ഞു, പിന്നെ ഇത്രയും പേരെ നാടകം പഠിപ്പിച്ചു കഴിഞ്ഞു എന്നൊക്കെ കേൾക്കുമ്പോൾ അവർ നമ്മളിൽ നിന്നും പഠിക്കാതിരിക്കുക. വളരെ ഫ്രണ്ട്ലിയാണ്. എന്നാൽ ഇപ്പോൾ ഒരു ബഹുമാനം അവർ നമുക്ക് തരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല.
സന്തോഷത്തോടു കൂടിയൊക്കെയാണ് ഇപ്പോൾ വർക്ക് ചെയ്ത ആൾ ബേസിലാണെങ്കിലും പിന്നെ കുറേ സുരാജിൻ്റെ കൂടെ ഞാനൊരു പടം ചെയ്തു ED അത് ചെയ്തു. പിന്നെ ഇപ്പം അർജുൻ അശോകൻ്റെ കൂടെ എന്ന് സ്വന്തം പുണ്യമാണ്. ഇതിലൊക്കെ എനിക്ക് കുറച്ച് ഉള്ളെങ്കിലും ലെങ്തി ഡയലോഗുകളൊക്കെ വേണ്ട. അവരുമൊക്കെ നമ്മളോട് വളരെ കേട്ടിട്ടുണ്ട് ഫാലിമിയുടെ സെറ്റിൽ ഭയങ്കര ഒരു ഫാമിലി പോലെ ആയിരുന്നു. ആണോ? തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നു. പിന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഉത്കണ്ഠ ഉണ്ടായിരുന്നു. അവർക്ക് എന്നെ അറിയില്ല. അവർ ഈ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് 4-5 വർഷം കഴിഞ്ഞാണ് ഷൂട്ടിങ്ങിലേക്ക് വരുന്നത്. പല വലിയ താരങ്ങളെയൊക്കെ വെച്ചിട്ടാണ് ഈ അപ്പൂപ്പൻ്റെ റോൾ അവർ ഡിസൈൻ ചെയ്തത്. പക്ഷേ വിവിധ കാരണങ്ങളാൽ അതൊക്കെ മുടങ്ങി പോയി. അവർക്കൊരു കറക്റ്റായ അപ്പൂപ്പനെ കിട്ടിയിരുന്നില്ല. പിന്നെ ആരെയോ വെച്ച് അവർ തൽക്കാലം മുന്നോട്ട് പോകാം എന്നുവെച്ചാൽ കഴിവ് കുറവുകൊണ്ടല്ല കേട്ടോ. ഈ രാജസ്ഥാനിലാണ് ഷൂട്ട്. കാലാവസ്ഥ ഭീകരമാണ്. കടുത്ത ചൂടും രാത്രി കൊടിയ തണുപ്പും. അപ്പോൾ അവർ തിരഞ്ഞെടുത്ത പലർക്കും എൻ്റെ പ്രായക്കാരായ നാടകക്കാരൊക്കെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഒരു ഉത്കണ്ഠ എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിപ്പോയാൽ അതുപോലെ അപ്പം അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ ചെന്ന് വിടുകയാണ്. എന്നെ ഒരു പ്രേം പ്രകാശ് റോയിസ് എന്നും പറഞ്ഞുള്ള ഒരു ഡ്രാമ സ്കൂളിലെ ഉള്ള ആൾ എൻ്റെ പേര് പറയുകയും എൻ്റെ ഫോട്ടോ കൊടുക്കുകയും. അത് പറഞ്ഞ പോലെ മനസ്സിൽ യുവത്വം ഉണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുമല്ലോ. മനസ്സിന് യുവത്വമല്ല മോളെ, മനസ്സിന് ഒരു സന്തോഷം. അതെ അതെ. ഇപ്പം നാടകത്തിൽ നടക്കുമ്പോഴും നാടകം ഒരു വരുമാനം ഉണ്ടാക്കുന്ന കലയല്ല. പക്ഷെ ഞാനത് ആസ്വദിച്ചും സന്തോഷിച്ചും ഒക്കെ വേണം. നാടകം എനിക്കൊരിക്കലും ഞാൻ പ്രൊഫഷണൽ നാടകക്കാരനല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്ട്രീറ്റിലാണ് കളിക്കുക. അപ്പം നാടകം എൻ്റെ തൊഴിലായിരിക്കും, ജീവിതമാർഗമായിരുന്നില്ല. മനസ്സിലായി? അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് തന്നെ. കാരണം ഈ നാടകം നന്മയുടെ കലാരൂപമാണ്. നാടകക്കാരൻ നന്മയുള്ളവനാണ് എന്നും എൻ്റെ അമ്മ പറഞ്ഞ് പഠിപ്പിച്ചു. എൻ്റെ അമ്മ ഒരു പഴയ 10ാം ക്ലാസ്സുകാരിയാണ്. 98ാമത്തെ വയസ്സിൽ 2 വർഷം മുമ്പ് പഠിച്ചത്. വായനയും പഠനമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അമ്മ വളരെ ചെറുപ്പത്തിൽ പ്രസവിച്ച് ഞാൻ ഒരു ആൺകുട്ടിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ അമ്മക്ക് ഉള്ളിൽ ആഗ്രഹമായിരുന്നു എൻ്റെ മകനൊരു കലാകാരനാകണം. അപ്പോൾ അതിന് അമ്മ പറഞ്ഞ ഒരു വാചകം കൂടി ഉണ്ട് കേട്ടോ. കലാകാരൻ എന്ന് വെച്ചാൽ ഒരാൾ അഭിനയിക്കുന്നത് കൊണ്ട് അയാൾ കലാകാരനല്ല. അഭിനയിക്കുന്നതുകൊണ്ട് അയാൾ അഭിനേതാവ് മാത്രമാണ്. ഒരാൾ ചിത്രം വരയ്ക്കുന്നതുകൊണ്ട് അയാൾ ചിത്രകാരൻ മാത്രമാണ്, കലാകാരനല്ല. ഒരാൾ പാട്ട് പാടുന്നതുകൊണ്ട് അയാൾ ഗായകൻ മാത്രമാണ്, ഒരു കലാകാരനല്ല. അപ്പം ചോദിക്കുക എന്താണ് കലാകാരൻ? കലാകാരൻ എന്ന് സങ്കല്പിക്കുന്നത് എന്താവണം? അതിന് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചൊരു കഥയുണ്ട്. ഈ ഹിന്ദു പുരാണത്തിലെ വലിയൊരു കഥാപാത്രമാണ് രാവണൻ. രാവണൻ നല്ല പാട്ടുകാരനായി. വെറും പാട്ടുകാരനല്ല, 3 ലോകവും കീഴടക്കിയ പാട്ടുകാരനാണ് രാവണൻ. രാവണൻ്റെ പാട്ട് കേട്ടിട്ട് ഹിന്ദു ദൈവമായ സാക്ഷാൽ പരമശിവനെ കൈലാസത്തിൽ നിന്നും ഇറങ്ങി വരേണ്ടി വന്നു. രാവണൻ്റെ മുമ്പിൽ പാട്ടിൻ്റെ ശക്തി കൊണ്ട് ഇറങ്ങി വന്നിട്ടോ രാവണനോട് ചോദിക്കുകയാണ് പരമശിവൻ, നിൻ്റെ പാട്ടിൽ നാം സംപ്രീതരായിരിക്കുന്നു, നിനക്ക് നാം എന്താണ് തരേണ്ടത്? അപ്പോൾ അത്രയും വലിയ പാട്ടുകാരനാണ്. പക്ഷേ ഇത്രയും വലിയ പാട്ടുകാരനായിട്ടും രാമായണം എഴുതിയ വിശ്വമഹാകവി വാൽമീകി രാമായണത്തിൽ ഒരു സ്ഥലത്തും രാവണനെ ഒരു കലാകാരനായോ പാട്ടുകാരനായോ രേഖപ്പെടുത്തിയില്ല. കാരണം കലാകാരൻ നല്ല മനുഷ്യൻ കൂടിയായിരിക്കും. അപ്പോൾ എന്നെ നല്ല മനുഷ്യനാകാൻ വേണ്ടി എൻ്റെ മകൻ കലാകാരനാകണമെന്ന് ആഗ്രഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരമ്മയുടെ അച്ഛൻ്റെ മകനായിട്ട് വളർന്നു വന്നു. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായം മുതൽ അവരുടെ എല്ലാ കലാപ്രവർത്തനത്തിനും എനിക്ക് പിന്തുണ നൽകി. അമ്മയ്ക്കും അച്ഛന് ശേഷം വന്ന ഭാര്യ അവരും പിന്തുണ നൽകി. പിന്തുണ നൽകുമ്പോൾ ഒന്ന് ആലോചിക്കുക, വരുമാനമുള്ള കലക്കല്ല നമ്മൾ പോകുന്നത്, അതിന് വേറെ ജോലിക്ക് പോകണം. ഞാൻ പുറത്തേക്ക് നാടകം കളിക്കാൻ പോകുമ്പോൾ എൻ്റെ അമ്മ ചിരിച്ചോണ്ട് പറയേ, അയാൾ നാടകം കളിക്കാൻ പോയെന്ന് കരുതി ഇവിടെ കഞ്ഞിക്കടം കാത്തു വെക്കണ്ട കേട്ടോ. കഞ്ഞി വെള്ളം ഇട്ടുകൊണ്ട് കാത്തിരിക്കണ്ട, അവിടെ നിന്ന് വരുമ്പോൾ അരി ഉണ്ടാവുമെന്ന് കരുതണ്ട.
അപ്പോൾ അവരൊക്കെ നൽകിയ പിന്തുണ. പിന്നെ മക്കള്, ഇപ്പോഴും മക്കൾ 2 പേര്, മകളും മകനും, 2 പേരും വിദ്യാഭ്യാസ രംഗത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇവരെല്ലാവരും നൽകിയ പിന്തുണ. പിന്നെ എൻ്റെ ഗ്രാമപ്രദേശമാണ് പള്ളിക്കൽ ഉള്ളിൽ കോണം എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. കോണം, അതായത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ നാട്ടുകാർ നൽകിയ പിന്തുണ, എൻ്റെ സുഹൃത്തുക്കൾ നൽകിയ പിന്തുണ. അപ്പോൾ ഇതൊക്കെ ഒരാളെ രൂപപ്പെടുത്തിയെടുക്കാൻ, ഇതൊക്കെ അവർ ചെയ്യാൻ കാരണം ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു കലാകാരനായതുകൊണ്ടാണ്. അങ്ങനെ അർത്ഥത്തിൽ എല്ലാവരും കിട്ടിയ പിന്തുണ, ഗുരുക്കന്മാരൊക്കെ നൽകിയ പിന്തുണ. ഇപ്പോൾ കുറേ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ചെയ്തു. ഇനി ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രം ചെയ്താൽ കൊള്ളാം. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ എന്തായിരിക്കും? അല്ല, അങ്ങനെയല്ല. എനിക്കിനി ചെയ്ത് കൗശലവും ക്രൂരതയുമുള്ള ഒരു വില്ലൻ. കൗശലവും ക്രൂരതയുള്ളൂ. കൗശലവും ഉണ്ട്. കൗശലവും എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളതാണ്. കാരണം അതിലൊക്കെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഈ അസൂയയും കൗശലമൊക്കെ അഭിനയിക്കണമെങ്കിൽ പണിയാണ്. കണ്ടാൽ തന്നെ ഒരു അസൂയക്കാരനാണെന്ന് നമ്മുടെ ഒരു ഫീൽ ആണെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. ഇരിക്കുമ്പോൾ തന്നെ ഒരു അസൂയക്കാരനാണ്. ഈ അസൂയ അഭിനയിക്കണമെങ്കിൽ പണിയാണ്. കൗശലം നമ്മുടെ വളരെ ഇപ്പം നെടുമുടി വേണമൊക്കെ ചെയ്യും കൗശലം, അല്ലേ? അസൂയ ഒക്കെ ചെയ്യണമെങ്കിൽ എല്ലാവരും ചെയ്യുന്നത്. അപ്പം അങ്ങനെ കൗശലവും അതൊക്കെ ഉള്ളൊരു കഥാപാത്രം ചെയ്യുക, വന്നാൽ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം. ഇപ്പൊ 2025 എനിക്ക് തോന്നുന്നു 3-4 മൂവി ആയല്ലേ? 3 മൂവി. രേഖാചിത്രം, സ്വന്തം പുണ്യാള്, ഇപ്പൊ പരിവാർ. ഇനി വരാനിരിക്കുന്ന അപ്കമിങ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ഇനി വരാനിരിക്കുന്നത് ഒന്ന് നമ്മുടെ ബിരിയാണി എന്ന് പറയുന്ന സിനിമ, അന്തർദേശീയ തലത്തിൽ പ്രസിദ്ധിക്കപ്പെട്ട ബിരിയാണി എന്ന് പറയുന്ന സിനിമ ചെയ്ത് സജൻ ബാബുവിൻ്റെ തിയേറ്റർ എന്നൊരു പടം ചെയ്യാനുണ്ട്. ഞാൻ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്നു. ഈ വർഷം ഇറങ്ങാനുണ്ട്. പിന്നെ ഇറങ്ങാനുള്ളത് നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ്, അവരുടെ കൂടെ വിശുദ്ധ പുത്രന്മാർ എന്നൊരു സിനിമ വരാനുണ്ട്. പിന്നെ ഷൈൻ ടോം ചാക്കോൻ്റെ കൂടെ അടിനാശം വെള്ളപ്പൊക്കം എന്നൊരു സിനിമ കഴിഞ്ഞ ഡബിങ്. പിന്നെ ഇന്ദ്രൻസ്, ഞാൻ പ്രധാന വേഷത്തിൽ വരുന്ന ആനീസ് കേക്ക്. ഇത്രയും സിനിമകൾ ഇത്രയും കഴിഞ്ഞതുണ്ട്. ഒരുപാട് ചിത്രങ്ങൾ അപ്പോൾ ഈ കൊല്ലം കാത്തിരിക്കുകയാണ്. എന്തായാലും എല്ലാം നല്ല നല്ല വിജയത്തിലേക്ക് എത്തട്ടെ. ഇത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച് സർ.